താങ്കളുടെ ചുമതല എന്താ? ഇതാണ് ഒരാളുടെ ചുമതല. AIMന്റെ ചുമതല എന്താ? AIMന്റെ ചുമതല എന്താ? നിങ്ങള് കഴിഞ്ഞ ദിവസം ഇന്നലെ എത്ര വണ്ടി ഉണ്ടായിരുന്നു? നിങ്ങൾ എത്ര വണ്ടി ഉണ്ടായിരുന്നു? സർക്കാരിന്റെ ശമ്പളവും വാങ്ങി മേശപ്പുറത്ത് കയ്യും കെട്ടിയിരിക്കാൻ നാണമില്ലേ തനിക്ക്? സിവിൽ സപ്ലൈസ് ഓഫീസിലെ ഫയലുകൾക്ക് നടുവിലേക്ക് ചാലക്കുടി MLA TJ സനീഷ് കുമാർ ഇരച്ചു കയറിയപ്പോൾ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം വിറച്ചുപോയി. സാധാരണക്കാരന്റെ റേഷൻ അരി പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഓഫീസിൽ കയറി പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്ന MLAയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനലായി പടരുന്നത്. കരാർ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന കരാറുകാരെ സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇത്ര താൽപര്യം? മാസാവസാനം മാത്രം റേഷൻ കടകളിലേക്ക് അരി എത്തിച്ചാൽ വ്യാപാരികൾ എങ്ങനെ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ മറുപടിയില്ലാതെ ഉദ്യോഗസ്ഥർ വിയർത്തു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇവിടെയിരുന്ന ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ വരെ അന്വേഷിക്കണമെന്നാണ് TJ സനീഷ് കുമാർ ജോസഫ് MLA ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഈ ഒത്തുകളി അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി കർശന നടപടിക്ക് നിർദ്ദേശിച്ചിട്ടും താഴെത്തട്ടിൽ ഇതൊന്നും ബാധകമല്ലെന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള റേഷൻ വിതരണം കൃത്യമാക്കുന്നതുവരെയും അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെയും സമരം ശക്തമായി തുടരുമെന്നാണ് MLAയും റേഷൻ വ്യാപാരികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജോലി എന്താ? നിങ്ങളുടെ ജോലി എന്താ? എന്താ നിങ്ങളുടെ ജോലി? സൂപ്പർവിഷൻ. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടി സ്വീകരിച്ചു? കഴിഞ്ഞ മാസം നടപടി സ്വീകരിച്ചോ? 50,000 രൂപ അടയ്ക്കുന്നതാണ്. 50,000 രൂപ അടയ്ക്കുന്ന കരാറില് സ്വീകരിച്ചോ? കരാർ വയലേറ്റ് ചെയ്തു. 50,000 രൂപ അടയ്ക്കണം. എടുത്തോ? ഇതിന് മുമ്പത്തെ മാസം ചെയ്തോ? ഒരു നടപടി എന്ത് ചെയ്തിരിക്കണില്ല. വണ്ടികളുടെ കുറവ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു വണ്ടിയിലാണെന്ന് പറഞ്ഞില്ല. വണ്ടിയിലാന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ലില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. വണ്ടി കുറവുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. അറിയില്ല ചേട്ടാ, ഞാനല്ല എഴുതുന്നത്, അറിയിക്കുന്നത്. ഈ 4 വർഷത്തിനുള്ളിൽ ഇവരുടെ സ്വത്ത് വിവരം അന്വേഷിക്കണം. സ്വത്ത് വിവരം അന്വേഷിക്കണം. സർക്കാരിന്റെ ശമ്പളം മേടിച്ച് ജോലി, കരാറുകാരന്റെ ശമ്പളം മേടിച്ച് ജോലിയല്ലേ? മനസ്സിലായില്ലേ? ഞാൻ തന്നെ പറയും, ഇനിയും പറയും. ഇതേ ഈ പറയുന്ന ഈ കരാർ അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്യുന്നതിൽ നിന്ന് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കടക്കാർക്ക് അരി കൊടുത്തിട്ട് 29-ാം തീയതി അരി കൊടുക്കണ്ടേ? 15-ാം തീയതി അരി കൊടുക്കണം. വണ്ടികളിൽ അവിടെ അറിഞ്ഞില്ലാണോ? നിങ്ങൾ പിന്നെ ജോലിക്ക് 10 ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമാണത്. നിങ്ങൾ കാലങ്ങളായിട്ട് 5 വണ്ടിയുടെ ഒരു ഡ്രൈവറുണ്ടോ? റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽ ഉദ്യോഗസ്ഥന്മാരുടെയും അന്നത്തെ മന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന് ലഭിക്കേണ്ട അരി
കരാറുകാരൻ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം. അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്നത്. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മില്ലിൽ നിന്ന് തന്നെ അരി മറച്ചു വെക്കുന്ന സാഹചര്യമാണുള്ളത്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി കർശനമായ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കരാറുകാരൻ അയാൾക്ക് തോന്നിയ പോലെയാണ് നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ മാറ്റി സാധാരണ ജനങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ റേഷൻ കടക്കാരാണ്. 30-ാം തീയതി അവരുടെ കടയിലേക്ക് അരി കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് റേഷൻ വിതരണം നടത്താൻ സാധിക്കുക? സാധാരണ ജനങ്ങൾക്ക് അരി കിട്ടാത്തൊരു സാഹചര്യമാണ്. നടപടിയാവുന്നത് വരെ സമരം തുടരും. സമരം ഇപ്പം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാവും എന്തായാലും. അതേ ഉള്ളൂ.